Hi all, welcome to One's Coaching. Today we are going to discuss the subject Economics for Engineers. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ Economics for Engineers എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1-ൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഷോർട്ട് ആൻസേഴ്സും എസ്സേ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം. So basic economic concepts, basic economic problems. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? യൂട്ടിലിറ്റി മീൻസ് എന്താണ്? നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, എത്രമാത്രം നമുക്ക് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം നമുക്ക് ബെനിഫിറ്റ് കിട്ടി, അതാണ് യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതൊരു തിയറിയാണ്. ആ തിയറി, അതിന്റെ ഇലിസ്ട്രേഷൻ ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ഡിമാൻഡിന്റെ ലോ, ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് സപ്ലൈ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ട്. ഇലാസ്റ്റിറ്റി ആൻഡ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ ഇക്വിലിബ്രിയം, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. അതായത് ഡിമാൻഡും സപ്ലൈയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്, അത് ഇതിന്റെ ചേഞ്ച് മൂലം എന്തൊക്കെ എഫക്റ്റ് ആണ് നമുക്ക് വരുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് എക്കണോമിക് കോൺസെപ്റ്റ്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതിനകത്ത് വരുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, എക്കോണമീസ് ഓഫ് സ്കെയിൽ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്കോണമീസ്. അതായത് എക്കോണമിക്സ് ഓഫ് സ്കെയിലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇന്റേണലും എക്സ്റ്റേണലും. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ പേര് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനുമാണ് നമ്മളുടെ ഈ സിലബസിനകത്ത് വരുന്നത്. അപ്പൊ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ബേസിക് എക്കണോമിക്സ് കോൺസെപ്റ്റും രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമാണ് ഈ ഒരു സിലബസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ആ ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ എക്കണോമിക്സ് ഓഫ് സ്കെയിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. So PPC or PPF shows the various combination of two commodities that can produce with the latest technology available and within given resource utilized fully and efficiently. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്ത് വരുന്നത് ഷോസ് ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ്. അതായത് നമ്മളുടെ രണ്ട് കമ്മോഡിറ്റീസ് നമ്മൾ എടുക്കുമ്പോൾ അതെങ്ങനെയാണത് റിലേറ്റഡ് ആയിട്ടിരിക്കുക. ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ആ കമ്മോഡിറ്റീസിനെ എങ്ങനെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഗിവൺ റിസോഴ്സ് ഫുള്ളി എഫിഷ്യന്റ്ലി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ റിസോഴ്സുകൾ വേസ്റ്റ് ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ എഫിഷ്യന്റ് ആയിട്ടല്ലാതെ നമ്മളത് വളരെയധികം വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്കത് ആ റിസോഴ്സുകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ നമ്മളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാം, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. അപ്പൊ PPC അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, PPC അല്ലെങ്കിൽ PPF എന്നാണ് പറയുന്നത്. ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് an economy can produce with its available resource and technology. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളുടെ ടു ഗുഡ്സ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ പോസിബിൾ കോമ്പിനേഷൻ, അത് അതിനകത്ത് എന്താ ഉപയോഗിക്കേണ്ടത്, ലേറ്റസ്റ്റ് ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഫുള്ളി ആൻഡ് എഫിഷ്യന്റ്ലി യൂസ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് എങ്ങനെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് പ്രോഡക്ട്സും ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സോ അസ്യൂമിങ് ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ആ റിസോഴ്സുകൾ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതൊരു ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു കർവ് റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഇലിസ്ട്രേറ്റ് കോൺസെപ്റ്റ് ലൈക്ക് സ്കെയേഴ്സിറ്റി,
ട്രേഡ് ഓഫ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? സ്കെയർസിറ്റി വരുന്നുണ്ട്, ട്രേഡ് ഓഫ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതൊരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾ ആ കർവ് വളരെ കറക്റ്റ് ആയിട്ട് വരച്ച് കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഷേപ്പ് ഓഫ് PPC, അതിന്റെ ഷേപ്പ് എന്താണ്? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് പറയുന്നത്. സോ അത് എന്ത് ഷേപ്പാണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. എന്ത് കർവാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. അതായത് ഇത് y ആക്സിസ്, ഇത് x ആക്സിസ് ആണെങ്കിൽ ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു കർവാണ് എന്ത്? PPC എന്ന് പറയുന്നത്. ആൻഡ് ഇസ് കോൺകേവ് ഇൻ ഷേപ്പ്, അല്ലെ? കോൺകേവ് ഷേപ്പിലുള്ളൊരു കർവാണ്. ആൻഡ് ഷോസ് ദ റിസോഴ്സ് ആർ ട്രാൻസ്ഫേർഡ്, ആൻഡ് ഷോസ് ദ റിസോഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ യൂസ് ടു അതർ യൂസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫോർമേഷൻ കർവ്. അതായത് ഈ പ്രൊഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് വേറെ വേറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. സോ നമുക്ക് വൺ യൂസിൽ നിന്ന് വേറൊരു യൂസിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് കൂടിയാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ ബൗണ്ടറി ഓർ പ്രൊഡക്ഷൻ ഫ്രണ്ടറി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബൗണ്ടറി എന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫ്രണ്ടറി എന്നോ പറയും. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വേറൊരു പേരാണ് PPF. അതായത് രണ്ട് കമ്മോഡിറ്റി ഉപയോഗിച്ച് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ കണ്ടീഷൻസ് എന്താണ്? അതിന്റെ റിസോഴ്സ് യൂട്ടിലൈസ് ഫുള്ളി ആൻഡ് എഫിഷ്യന്റ്ലി ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെ രണ്ട് ഗുഡ്സ് വെച്ച് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ PPCയിൽ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയേ. ഇത് y ആക്സിസിനകത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് വരുന്നത്. ഇത് x ആക്സിസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അഗ്രികൾച്ചർ യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. സോ അതിന്റെ കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു കർവാണ്. ഓക്കെ, ഡൗൺവേർഡ് ഷിഫ്റ്റ് കർവാണ് ഇതിനകത്ത് വരുന്നത്. സോ അതിനകത്ത് നമുക്ക് രണ്ട് പോർഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇത് ഓവർ യൂട്ടിലൈസേഷൻ, അതായത് ഈ ഒരു കർവിന്റെ അണ്ടറിലാണ്, ഇവിടെയാണ് നമ്മളുടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ ഇതിലൂടെയാണ് നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ യൂട്ടിലൈസേഷൻ പോകുന്നതെങ്കിൽ ഇവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ റിസോഴ്സ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ഓക്കെ, ആ റിസോഴ്സിന്റെ മാക്സിമം അത് യൂട്ടിലൈസ് നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സും അഗ്രികൾച്ചർ ഗുഡ്സും ആണ് ഇവിടെ രണ്ട് കമ്മോഡിറ്റീസ് ആയിട്ട് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഈ കർവിന്റെ അണ്ടറിലാണ് നമ്മുടെ പോയിന്റ് വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് അതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ, അതായത് നമ്മൾ ഫുള്ളായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആ രണ്ട് റിസോഴ്സുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് അതിന്റെ മീനിങ്. ഇനി അടുത്തതാണ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് ഈ കർവിലാണ് നമ്മളുടെ പോയിന്റ് വരുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഈ കർവിലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അതായത് നമ്മൾ മാക്സിമം എഫിഷ്യന്റ് വേയിൽ നമ്മൾ ഈ റിസോഴ്സ് യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഇനി അടുത്തത്, ഇവിടെയാണ് നമ്മളുടെ ആ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തു, നമ്മളുടെ റിസോഴ്സ് അനാലിസിസ് ചെയ്തപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നതെങ്കിൽ എന്താണ്? നോട്ട് അറ്റൈനബിൾ വിത്ത് അവൈലബിൾ റിസോഴ്സ് ആൻഡ് ടെക്നോളജി. നമ്മളുടെ ടെക്നോളജി വെച്ച് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു അറ്റൈനബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് കാറ്റഗറി വരും. ഒന്ന് അണ്ടർ യൂട്ടിലൈസേഷൻ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് റിസോഴ്സ് യൂസ് ചെയ്യുന്നില്ല, അണ്ടർ യൂട്ടിലൈസേഷൻ. രണ്ടാമത് വരുന്നത് ഈ കർവിനകത്താണ് നമ്മുടെ പോയിന്റ് വരുന്നതെങ്കിൽ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. കർവിന് പുറത്താണെങ്കിൽ നോൺ അറ്റൈനബിൾ വിത്ത് അവൈലബിൾ, അതായത് അവൈലബിൾ വെച്ചിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായേക്കുന്നത്. ഇനി ഷേപ്പ് ഓഫ് PPC എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് കോൺകേവ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് കോൺകേവ്, ഇതാണ് അതിന്റെ ഷേപ്പ്. ഉണ്ടോ? രണ്ട് ഗുഡ്സ് നമുക്ക് സീറോയും, അതായത് ആദ്യത്തെ ഗുഡ് നമ്മൾ ഒട്ടും ഉപയോഗിച്ചില്ല, രണ്ടാമത്തത് 15 യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിച്ചു. ബി എന്ന് പറയുന്ന കമ്മോഡിറ്റി നമ്മൾ എത്ര ഉപയോഗിച്ചു? ഗുഡ് എക്സ് ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഗുഡ് എക്സ് ആണെങ്കിൽ ഒരു പ്രാവശ്യം 1 യൂണിറ്റ് ഉപയോഗിച്ചു. ഗുഡ് വൈ ആണെങ്കിൽ 14. ഇപ്പൊ ടോട്ടലി കൂട്ടുമ്പോൾ നമുക്ക് 15 യൂണിറ്റ്സ് കിട്ടും. ഇനി ഗുഡ് സി ആണെങ്കിലോ നമ്മൾ ഇവിടെ എക്സ് ആക്സിസ് 2 യൂണിറ്റ്സ് ഉപയോഗിച്ചു, വൈ ആക്സിസിൽ 13 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരെണ്ണം കുറയ്ക്കുമ്പോൾ മറ്റേത് കൂട്ടി കംപ്ലീറ്റ് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് കൊണ്ടുവരികയാണെങ്കിലാണ് നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഗ്രാഫ് കിട്ടുള്ളൂ. സോ ഈ ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് വളരെ മസ്റ്റ് ആയിട്ട് വരയ്ക്കണം.
അടുത്തത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPC. അത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPC എപ്പോഴാണ് ഈ കർവ്? ഇതാണ് നമ്മളുടെ ആക്ച്വൽ കർവ് അല്ലെ. നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ട കർവ് ഇതാണ്, ഇതാ. ഇനി എപ്പോഴാണ് ഈ കർവ് ഇങ്ങനെ റൈറ്റ് വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? എപ്പോഴാണ് കുറച്ചുകൂടെ റൈറ്റ് വേർഡിലേക്ക് മാറുന്നത്, കുറച്ചുകൂടെ റൈറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഗ്രോത്ത് ഓഫ് റിസോഴ്സ്, നമ്മളുടെ റിസോഴ്സ് നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് റിസോഴ്സ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. നമുക്ക് രണ്ട് കണ്ടീഷൻ അല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? ഒന്ന് റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, രണ്ട് ടെക്നോളജി. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? റിസോഴ്സും ടെക്നോളജിയും. അപ്പൊ റിസോഴ്സ് ഓവറായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിസോഴ്സിന്റെ ഒരു ഗ്രോത്ത്, റിസോഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്, നമ്മൾ പഴയ ഉപയോഗിച്ച ടെക്നോളജി കാട്ടി കുറച്ചുകൂടെ നല്ല ടെക്നോളജി വരുമ്പം ഈ കർവ് എങ്ങോട്ട് മാറും? ഇതൊരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, റൈറ്റിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPC എന്ന് പറയുന്നത്. ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഗ്രോത്ത്, പിന്നെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റും കൊണ്ടാണ് ഇതുപോലെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഈ PPC നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇലിസ്ട്രേറ്റിംഗ് സ്കെയർസിറ്റി ആൻഡ് ചോയ്സ്. നമുക്ക് സ്കെയർസിറ്റിയും ചോയ്സും തമ്മിൽ നമുക്ക് മനസ്സിലാവും അല്ലെ. The PPC help visualize the fundamental problem of scarcity and the choices that societies and individual must make when allocating limited resource. അതായത് ഇപ്പൊ നമുക്ക് റിസോഴ്സുകളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളാണ് ഉള്ളത്. ആ ലിമിറ്റഡ് റിസോഴ്സിൽ നമ്മൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രോപ്പർ വേയിൽ മാക്സിമം, ഇപ്പൊ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റൂമേ ഉള്ളൂ, ആ ലിമിറ്റഡ് ആയിട്ടുള്ള റൂമിൽ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് എങ്ങനെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് എങ്ങനെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയർസിറ്റിയും ചോയ്സും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ PPC ഉപയോഗിച്ച് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അനലൈസിങ് എക്കണോമിക് ഗ്രോത്ത്. ഷിഫ്റ്റ് ഇൻ PPC ഔട്ട്വേർഡ് ഷിഫ്റ്റ്, ഇതുപോലുള്ള ഷിഫ്റ്റ് വരുന്ന കാരണം ക്യാൻ റെപ്രസെന്റ് എക്കണോമിക് ഗ്രോത്ത്, വൈൽ ഇൻവേർഡ് ഷിഫ്റ്റ് ക്യാൻ റെപ്രസെന്റ് എക്കണോമിക് ഡിക്ലൈൻ. അതായത് നമ്മളുടെ PPCയുടെ ഷിഫ്റ്റ് കാരണം നമുക്ക് എവിടെയാണ് നമ്മൾ എക്കണോമിക്കലി ഗ്രോ ചെയ്തേക്കുന്നത്, നമ്മളുടെ പൊസിഷൻ എവിടെയാണ്, നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ക്യാൻ റെപ്രസെന്റ് എക്കണോമിക് ഗ്രോത്ത്, വൈൽ ഇൻവേർഡ് ഷിഫ്റ്റ് ക്യാൻ റെപ്രസെന്റ് എക്കണോമിക് ഡിക്ലൈൻ. അതായത് നമ്മളുടെ ഈ കർവിന്റെ നമ്മൾ അകത്തോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡിക്ലൈൻ ആണ്, പുറത്തേക്കാണ് അതായത് കെർവിനോട് അടുത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. The PPC help determine the opportunity cost of producing different goods and service. അപ്പൊ നമ്മൾ പല ഗുഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ കോസ്റ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സ് അല്ലാതെ നമുക്ക് വേറൊരു ഗുഡ്സ് ഉപയോഗിച്ചാൽ, അതായത് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. ആ റിസോഴ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ടും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒരു മെത്തേഡിൽ ഇന്നതായിരുന്നു ഔട്ട്പുട്ട്, അടുത്ത മെത്തേഡിൽ ഇതായിരുന്നു ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അല്ലാതെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തുമാത്രം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റിംഗ് എഫിഷ്യൻസി. The PPC can be used to assess whether the economy is utilizing its resource efficiently. അപ്പൊ നമുക്ക് ഈ കർവ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ കർവിലൂടെയാണ് നമ്മുടെ പോയിന്റ്, അല്ലെങ്കിൽ കർവിലാണ് നമ്മളുടെ പോയിന്റ് എങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അതായത് നമ്മൾ ആ റിസോഴ്സുകളെല്ലാം എഫിഷ്യന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. കർവിനോട് അകത്തായിട്ട് ഇൻവേർഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നും മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? ഇലിസ്ട്രേറ്റിംഗ് സ്കെയർസിറ്റി ആൻഡ് ചോയ്സ്, രണ്ടാമത്തത് അനലൈസിങ് എക്കണോമിക് ഗ്രോത്ത്, മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നാലാമത്തത് ഇവാലുവേറ്റിംഗ് എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ഡിഫൈൻ ദ ടേം സപ്ലൈ ആൻഡ് ഓൾസോ ഡിസ്ക്രൈബ് ലോ ഓഫ് സപ്ലൈ. അപ്പൊ എന്താണ് സപ്ലൈ, അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ എന്താണ്? അപ്പൊ നമുക്ക് സപ്ലൈ എന്താന്ന് നോക്കാം. Supply refers to the quantity of a commodity which a seller offer for sale at a particular price in a given period of time. അതായത് ഒരു സെല്ലർ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് ഒരു പർട്ടിക്കുലർ പീരീഡിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. സോ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്?
സപ്ലൈ റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി, അതായത് ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എത്ര അദ്ദേഹം വിൽക്കാൻ ഉപയോഗിക്കുന്നു, വിച്ച് എ സെല്ലർ ഓഫേഴ്സ് ഫോർ സെയിൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ഫ്രൂട്ട്സിന്റെ സെയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് ഫ്രൂട്ട്സിന് ഭയങ്കര വില കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചില ഒരു പർട്ടിക്കുലർ ഇപ്പൊ മാംഗോ സീസൺ ഒക്കെ ആണെങ്കിൽ മാംഗോയ്ക്ക് വില കുറവായിരിക്കും. അപ്പൊ വില കുറവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരുപാട് റേറ്റ് ഉള്ള ഒരു റേറ്റ് കൂട്ടി അത് സെല്ല് ചെയ്യാൻ നോക്കിയാൽ സെല്ലാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈം ബേസ്ഡ് ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് വളരെ വില കൂടുതലായിരിക്കും, ചില സമയത്ത് വളരെ വില കുറവായിരിക്കും, അങ്ങനെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അത് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ എത്ര കമ്മോഡിറ്റി ഒരു സെല്ലർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, supply refers to the quantity of a commodity which a seller offer for sale at a particular price at a given period of time. It refers to the desired quantity of commodity that the seller offer for sale in the market. In economics, supply refers to the total quantity of a good or service that producers are willing and able to offer for sale at a particular price during a specific period. It's a concept closely related to demand and plays a key role in determining market price. അപ്പോൾ നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മളൊരു സെല്ലർ ഒരു ഐറ്റം കൊണ്ടുവന്ന് ഒരു മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു, അത് വേറൊരാൾ വാങ്ങിച്ച് അതിലും കുറച്ചുകൂടെ ലാഭം എടുത്താണ് അടുത്ത ആൾക്ക് വിൽക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ പ്രൈസ് അതാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന് ഇവർ വളരെയധികം ഇത് ചെയ്യുന്നു. അപ്പൊ പ്രൈസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും, വളരെയധികം കൂടുതലാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, അത് വാങ്ങിക്കാനുള്ള ആ ഒരു ഡിമാൻഡ് കുറയും. പ്രൈസ് വളരെയധികം കുറവാണെങ്കിലോ കുറെ ആൾക്കാർ അത് കൂടുതലായിട്ട് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇത് ഡിമാൻഡുമായിട്ടും ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈയുടെ ഡെഫിനിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ ഓഫ് സപ്ലൈ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ. This law in economics explains the reaction of the supplier when prices in the market change. അതായത് ഈ മാർക്കറ്റിലെ പ്രൈസിന്റെ ചേഞ്ച് അനുസരിച്ച് നമ്മളുടെ ഈ സപ്ലയറിന്റെ എന്ത് ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, law in economics explains the reaction of the supplier when the price in the market change. In its simplest explanation, when there is a shift in the price of a particular product or service, supplier tend to maximize profit by increasing the quantity of product supplied. അതായത് ഇപ്പൊ നല്ല പ്രൈസ് കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ ആ സപ്ലയർ എന്ത് ചെയ്യും, മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അത് ഒരുപാട് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് കോവിഡ് സിറ്റുവേഷൻ വന്നു, അപ്പൊ സാനിറ്റൈസറിന്റെ ഇത് വളരെയധികം ആ ഒരു ഡിമാൻഡ് വളരെയധികം കൂടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ സാനിറ്റൈസറിന്റെ പ്രൈസ് കൂടി. അപ്പൊ എന്ത് പറ്റും, ഈ സപ്ലയർ എല്ലാം ഒരുപാട്, അതായത് ആദ്യം ഒരു 10 യൂണിറ്റ് മാത്രം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സപ്ലയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 100 യൂണിറ്റ് ചിലപ്പോൾ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത്രയും ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ ഓൾ ഫാക്ടേഴ്സ് ഇൻ ദ മാർക്കറ്റ് മസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആണ്. ആകെ എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, പ്രൈസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ ഓൺ ദ കോൺട്രറി, വെൻ പ്രൈസ് ഫോൾ ദേ ടെൻഡ് ടു മൂവ് ദ സപ്ലൈ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് അൺടിൽ ഇക്വിലിബ്രിയം മെറ്റ്. അതായത് പ്രൈസ് കുറയുവാണെങ്കിലോ, പ്രൈസ് വളരെ കുറവാണ്, അങ്ങനെയാണെങ്കിലോ അപ്പൊ നമ്മളുടെ ഈ സപ്ലൈ വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത് ലോ ഓഫ് സപ്ലൈ. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി സപ്ലൈയും കൂട്ടും, അല്ലെങ്കിൽ അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിൽ പ്രൈസ് ഫോൾ ആവുമ്പോൾ എന്ത് പറ്റും, സപ്ലൈ അതനുസരിച്ച് കുറയ്ക്കും. ക്ലിയർ? ഇനി ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു കണ്ടോ, ഒരു നമ്മളുടെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഗ്രാഫാണ്. കാരണം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടും. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ദ പ്രൈസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഓക്കെ, പ്രൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇതാണ് നമ്മുടെ ലോ ഓഫ് സപ്ലൈയുടെ ഗ്രാഫ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഡെഫിനിഷൻ നോക്കിയേ. ദ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഗിവൺ ബൈ ചാൾസ് ഡബ്ല്യു കോബ് ആൻഡ് പോൾ എച്ച് ഡഗ്ലസ്. അപ്പൊ രണ്ട് സയന്റിസ്റ്റുകൾ കൂടിയാണ്, ചാൾസ് ഡബ്ല്യു കോബ് ആൻഡ് പോൾ എച്ച് ഡഗ്ലസ്. is a linear homogeneous production function which implies that the factors of production can be substituted for one another at a certain extent only.
With a proportionate increase in the input factor, the output also increase in the same proportion. Thus, there are constant return to a scale. അതായത് നമ്മൾ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ക്വാണ്ടിറ്റി എ എന്ന് പറയുന്നത് 10 യൂണിറ്റ് എടുത്തു, ക്വാണ്ടിറ്റി ബി എന്ന് പറയുന്നത് ഒരു 20 യൂണിറ്റ് എടുത്തു. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കൊരു 50 യൂണിറ്റ് പ്രോഡക്റ്റ് കിട്ടി. നമ്മൾ എ എന്ന് പറയുന്ന 10 യൂണിറ്റും ബി എന്ന് പറയുന്ന 20 യൂണിറ്റ് എടുത്തപ്പോൾ പ്രോഡക്റ്റ് 50 യൂണിറ്റ് കിട്ടി. ഇനി എ എന്ന് പറയുന്നത് ഒരു 100 യൂണിറ്റും ബി എന്ന് പറയുന്നത് ഒരു 200 യൂണിറ്റും എടുത്താൽ നമുക്ക് ചിലപ്പോൾ എത്ര പ്രോഡക്റ്റ് കിട്ടും? ചിലപ്പോൾ ഒരു 1000 പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഈ പ്രോഡക്റ്റിന്റെ ഇത് ഔട്ട്പുട്ട്, ഇത് രണ്ടും ഇൻപുട്ട് അല്ലെ. ഇൻപുട്ട് ആദ്യം വളരെ കുറവ് ഇൻപുട്ട് ആയിരുന്നു എടുത്തത്, അപ്പൊ കുറച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റേ കിട്ടിയുള്ളൂ. ഫൈനൽ റിസൾട്ട് കുറച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റേ കിട്ടിയുള്ളൂ. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻപുട്ട് കൂട്ടി, അപ്പൊ ഔട്ട്പുട്ട് എന്ത് ചെയ്തി? അതനുസരിച്ച് ഔട്ട്പുട്ടും കൂടി. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. വിത്ത് ദ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദി ഇൻപുട്ട് ഫാക്ടറിന്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് അനുസരിച്ച് ദ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. അപ്പൊ എത്രയാണോ ഇൻപുട്ട് കൂട്ടിയത് അതനുസരിച്ച് ഔട്ട്പുട്ടും ആ പ്രൊപ്പോർഷനിൽ കൂടുന്നു. ഓക്കെ, ഇനി ഇൻ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൺലി 2 ഇൻപുട്ട് ഫാക്ടേഴ്സ്. നമ്മൾ എല്ലാ ഇൻപുട്ടും ഇതിനകത്ത് കൺസിഡർ ചെയ്യില്ല, 2 ഇൻപുട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുള്ളൂ. ഏതൊക്കെയാണ്? ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഏതൊക്കെയാ ഇൻപുട്ടാണ് കോപ്പ് ഡഗ്ലസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് ദ ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരെണ്ണത്തിന് നമുക്ക് വേറൊരു ഫാക്ടർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ് ടു എ സർട്ടൺ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ഓൾസോ അസ്യൂംഡ് ദാറ്റ് ഇഫ് എനി ഓഫ് ദ ഇൻപുട്ട് ഇസ് 0 ദ ഔട്ട്പുട്ട് ഇസ് ഓൾസോ 0. ഇനി ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ അതിന്റെ ഔട്ട്പുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ആകെ 2 ഫംഗ്ഷൻസ് എടുക്കുന്നുള്ളൂ, ഒന്ന് ലേബറും ക്യാപിറ്റലും അല്ലേ. ഇതിൽ ഏതെങ്കിലും 0 ആയാൽ അതിന്റെ ഔട്ട്പുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉള്ള ഒരു ക്ലാസ്സിലെ സെക്ഷൻസ് ഒന്ന് കാണണം. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് മെയിൻ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇനി likewise in linear homogeneous production function, the expansion path generated by the Cobb-Douglas function is also a straight line passing through the origin. അപ്പൊ നമ്മളുടെ ഒരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. നമ്മൾ 2 ഫാക്ടേഴ്സ് ലാൻഡും ലേബറും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. ആൻഡ് ദ സി ഡി ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് Cobb-Douglas ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് Q ഈക്വൽ ടു A L റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ എന്നാണ്. നമ്മുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെഫിനേഷൻ, ഈ ഒരു ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. സോ Q എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. K അതായത് ക്യാപിറ്റലും ലേബറും അല്ലേ കൺസിഡർ ചെയ്യുന്നത്? Kയും Lയും എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും ലേബറും ആണ്. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം യൂസ് ചെയ്യുന്നു, എത്ര കോഎഫിഷ്യന്റ് ഓഫ് ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൽഫയും ബീറ്റയും. L യൂസ് ചെയ്യുന്നതാണ് ആൽഫ, K യൂസ് ചെയ്യുന്നതാണ് ബീറ്റ. ബീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഓക്കെ, ഇനി അതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഇത് പറഞ്ഞാൽ ദിസ് ആൾജിബ്രിക് ഫോം ഓഫ് Cobb-Douglas ഫംഗ്ഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ എ ലോഗ് ലീനിയർ ഫോം. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മളൊരു ലോഗിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? എല്ലാത്തിലും ലോഗ് അപ്ലൈ ചെയ്തു. ലോഗ് Q ഇസ് ഈക്വൽ ടു ലോഗ് എക്ക് ലോഗ് കൊടുത്തു, അടുത്തത് L റൈസ് ടു ആൽഫയ്ക്ക് ലോഗ് കൊടുത്തു. L റൈസ് ടു ആൽഫയ്ക്ക് ലോഗ് കൊടുത്ത് എന്ത് വരും? ആൽഫ ലോഗ് L എന്ന് വരും അല്ലെ. A റൈസ് ടു N ലോഗ് കൊടുത്താൽ എങ്ങനെയാ വരുന്നത്? N ലോഗ് A എന്നാ വരുന്നത്. അതുപോലെ തന്നെ ആൽഫയ്ക്ക് L റൈസ് ടു ആൽഫയ്ക്ക് ലോഗ് കൊടുക്കുമ്പോൾ ആൽഫ ലോഗ് L എന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആൽഫ ലോഗ് L പ്ലസ് ബീറ്റ ലോഗ് K. ഓക്കെ, ഇങ്ങനെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തു. ഇതാണ് അതിന്റെ ഒരു ലോഗരിതമിക് ഫോമാറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി കൊണ്ടോ ലോഗ് Q ഇസ് ഈക്വൽ ടു ലോഗ് A പ്ലസ് ആൽഫ ലോഗ് L പ്ലസ് ബീറ്റ ലോഗ് K. The homogeneity of Cobb-Douglas production function can be checked by adding the values of alpha and beta. If the sum of these parameters is equal to 1, then it shows that the production function is linearly homogeneous and there are constant return to a scale. If the sum of these parameters is less or more than 1, then there is a decreasing or increasing return to scale respectively. അതായത് നമുക്ക് ഈ ആൽഫയും ബീറ്റയും 1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? അത് ലീനിയർലി ഹോമോജീനിയസ്, അതായത് ഒന്ന് മറ്റേതിനോടൊപ്പം തന്നെ ഹോമോജീനിയസ് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറയാം.
ഇനി മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന്റെ ഡിക്രീസിങ് ആയിരിക്കും അതിന്റെ റിട്ടേൺ എന്ന് പറയാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അപ്പൊ അതും കൂടെ കണ്ടിട്ട് വേണം എക്സാമിൽ എഴുതാനായിട്ട്. ഇനി വേർ ക്യൂ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്, എൽ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ലേബർ, കെ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, എ എന്ന് പറഞ്ഞ പോസിറ്റീവ് കോൺസ്റ്റന്റ്, എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ് ബിറ്റ്വീൻ 0 and 1. ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് കോബ് ഡഗ്ലസ്. കോബ് ഡഗ്ലസ് എന്ന് പറയുമ്പോൾ വിത്ത് ദ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് ഫാക്ടർ ദ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ആ ഒരു പോയിന്റ് എഴുതണം. രണ്ടാമതായിട്ട് എഴുതേണ്ടത് എന്താണ്, it is a linear homogeneous production function which implies factors of production can be substituted for one another up to a certain extent. അതായത് ഒരു ഫാക്ടറിനെ വേറൊരു ഫാക്ടറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു സർട്ടൺ പീരീഡ് വരെ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ 2 ഫാക്ടേഴ്സ് മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതാണ് തേർഡ് പോയിന്റ്. ലേബറും ക്യാപിറ്റലും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെന്താണ് പിന്നെ അതിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്താണ്, അതിന്റെ ലോഗരിതമിക് ഫോർമാറ്റും ആണ് ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ ഒരു ഗ്രാഫും വരയ്ക്കണം. ക്ലിയർ? ഇനി അടുത്തത് ഇറ്റ് ഹാസ് ഫോളോയിങ് ലിമിറ്റേഷൻസ്. ഇനി കോബ് ഡഗ്ലസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ദ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ഓൺലി 2 ഫാക്ടേഴ്സ് ആൻഡ് നെഗ്ലക്ട് അതർ ഇൻപുട്ട്. അല്ലെ, നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, ഓണർഷിപ്പ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനകത്ത് ആകെ ലാൻഡും ക്യാപിറ്റലും മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ദ ഫംഗ്ഷൻ അസ്യൂംസ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പൊ ഇതിനകത്ത് കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ, അതായത് ലാസ്റ്റ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ പറയുന്നുണ്ട്. അതായത് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്. ഇനി ദർ ഇസ് എ പ്രോബ്ലം ഓഫ് മെഷർമെന്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ടേക്സ് ഓൺലി ദ ക്വാണ്ടിറ്റി. അതായത് ഇപ്പൊ ക്വാണ്ടിറ്റി എടുക്കുന്നതിൽ ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ചിലയിടത്ത് എല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ ഒരു യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ 1 കിലോ ഒക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ എടുത്താലും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എടുത്താലും 1 കിലോ ആയിരിക്കും. പക്ഷെ ചില യൂണിറ്റുകൾ പറയുമ്പോൾ നമുക്ക് തന്നെ സ്റ്റാൻഡേർഡ് വെയിൽ എടുക്കാൻ പറ്റില്ല. ഇനി ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ഫോർ പ്രൊഡക്ഷൻ. ദ ഫംഗ്ഷൻ അസ്യൂം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഫാക്ടർ മാർക്കറ്റ് വിച്ച് ഈസ് അൺറിയലിസ്റ്റിക്. ഇനി ഒരേ ക്വാണ്ടിറ്റി ഒരേ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഒരേ പ്രോഡക്റ്റ് തന്നെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ വളരെയധികം കോമ്പറ്റീഷൻ അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് ടു ഓൾ ഇൻഡസ്ട്രി. ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സബ്സ്റ്റാൻഷ്യലി ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് നെഗ്ലക്ട് കോംപ്ലിമെന്ററി ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഒരു ഫാക്ടറിന് വേറൊരു ഫാക്ടർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സെർട്ടൺ ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉള്ളൂ. കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. ഇനി ദ പാരാമീറ്റർ കനോട്ട് ഗീവ് പ്രോപ്പർ ആൻഡ് കറക്റ്റ് എക്കണോമിക് ഇംപ്ലിമെന്റേഷൻ. അതായത് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് എക്കണോമിക് ഇംപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ 2 ഫാക്ടർ തമ്മിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു ഫാക്ടറിന് പകരം വേറൊരു ഫാക്ടർ ഉപയോഗിക്കാം. പക്ഷെ ഒരേപോലുള്ള 2 ഫാക്ടേഴ്സ്, അതായത് കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്ന ഗുഡ്സുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 4. ഗിവൺ എ റീസൺ സ്റ്റേറ്റ് ഇഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ, ഇനി അതിന്റെ റീസൺസും കൂടെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോക്ക് വുഡ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ പെപ്സി. അതായത് ഒരു കോക്കിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് പെപ്സിയുടെ ഡിമാൻഡ് കുറയുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പെപ്സിയും കോക്കും എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് ആണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് അല്ലെ. അതായത് ടീയും കോഫിയും പോലെ. ഇപ്പൊ ടീയുടെ പൈസ കൂടുമ്പോൾ ആൾക്കാർ കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കോഫിയുടെ പൈസ കൂടുമ്പോൾ ആൾക്കാർ ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ടീയും കോഫിയും പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. കാരണം എന്തുകൊണ്ടാ? പ്രൈസ്, അതായത് കോക്കിന്റെ പ്രൈസ് കൂടുമ്പം ആൾക്കാർ എന്ത് ചെയ്യും? കോക്കും പെപ്സിയും കുടിക്കുമ്പോൾ ഒരേ എഫക്റ്റ് ആണ് കിട്ടുന്നത്. സോ കോക്കിന്റെ പൈസ കൂടുന്നതിനനുസരിച്ച് പെപ്സിയുടെ ഡിമാൻഡ് കുറയുകയല്ല ചെയ്യുന്നത്, പെപ്സിയുടെ ഡിമാൻഡ് കൂടുക ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടീയും കോഫിയും കുടിക്കുമ്പോൾ ഏകദേശം ഒരു സെയിം എഫക്റ്റ് ആണ് കിട്ടുന്നത്. സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ടീയുടെ പൈസ കൂടുന്നതിനനുസരിച്ച് കോഫിയുടെ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കുറയുമല്ല. ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഒരെണ്ണത്തിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് മറ്റേതിന്റെ ഡിമാൻഡ് കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തെറ്റാണ്. ഇത് ഈ പെപ്സിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയുന്നത്. കോക്ക് ആൻഡ് പെപ്സി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കോക്കും പെപ്സി എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോക്ക്
would result induce consumers to substitute Coke by Pepsi. അതായത് ഒരെണ്ണത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർ മറ്റേത് വാങ്ങിക്കാനായിട്ട് തുടങ്ങും, കാരണം സെയിം എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട്. സോ അതുകൊണ്ട് പെപ്സിയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ, പെപ്സിയുടെ ഡിമാൻഡ് കുറയുകയല്ല ചെയ്യുന്നത്, വിൽ ഇൻക്രീസ്, കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ്, കുറയുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത സെക്കൻഡ് നോക്കിക്കേ. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഷുഗർ വുഡ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ടീ. ഷുഗറിന്റെ വില കൂടി, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടീയുടെ ഡിമാൻഡ് കൂടുന്നു. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഷുഗറിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് ടീയുടെ ഡിമാൻഡ് കൂടി, ശരിയാണോ? അല്ല. ടീയും കോഫി ഷുഗറും ടീയും എന്ത് ഗുഡ്സ് ആണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. അതായത് ഒന്നിനോടൊന്ന് യൂസ് ചെയ്യുമ്പോഴാണ് അത് ടീ ആവുന്നത്. അതായത് ടീക്ക് നമുക്ക് ഷുഗർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. സോ ഷുഗറിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ടീയുടെ പൈസയും ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും, അല്ലെ? ടീയുടെ പ്രൈസ് കൂടും. ടീയുടെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഡിമാൻഡ് കുറയും, അല്ലെ? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. ഫോൾ ഷുഗർ ആൻഡ് ടീ ആർ കോംപ്ലിമെന്ററി ഗുഡ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഷുഗർ വുഡ് മേക്ക് ടീ കോസ്റ്റ്ലിയർ. അപ്പൊ ഷുഗറിന്റെ പ്രൈസ് കൂടുമ്പോൾ ചായയുടെ പൈസ കൂടുന്നു. സോ അതിന്റെ ഡിമാൻഡ് എന്താണ്? ചായയുടെ പൈസ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡും എന്താണ്? അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇത് പ്രൈസ്, ഇത് ഡിമാൻഡ് ആണെങ്കിൽ എങ്ങനെ വരും? അതൊരു താഴോട്ടാ വരുള്ളൂ, കാരണം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് കുറയുന്നു. ഇനി അടുത്തത് മൂന്നാമത്തത്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ വുഡ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ആർ ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമർ. അതായത് ഒരാളുടെ ഇൻകം കൂടി, കൺസ്യൂമറിന് ഇൻകം കൂടി, ഇൻകം കൂടുന്നതിനനുസരിച്ച് എല്ലാ ടൈപ്പ് ഗുഡ്സിന്റെയും പൈസ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ആണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം ദ കൺസ്യൂമർ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് വിൽ ഇൻക്രീസ്, ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ് മേ ഇൻഫാക്ട് ഫോൾ. അതായത് നമ്മളുടെ ആവശ്യ സാധനങ്ങളുണ്ടല്ലോ, നോർമൽ ഗുഡ്സ്, അതിന്റെ പ്രൈസ് ചിലപ്പോൾ കൂടിയേക്കാം. പക്ഷേ നമ്മളുടെ ഇൻഫീരിയർ ഗുഡ്സ്, അധികം യൂസ് ചെയ്യാത്ത, നമുക്ക് അധികം അത്യാവശ്യം ഇല്ലാത്ത ഗുഡ്സിന്റെ എന്താണ്? പൈസ ഫോൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഇറ്റ്. എന്താണ് ഡിമാൻഡ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്? നോക്കാം. ഡിമാൻഡ് ഇസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അതായത് നമ്മളൊരു കമ്മോഡിറ്റി ഉണ്ട്. ആ കമ്മോഡിറ്റി നമ്മൾ എത്രമാത്രം പൈസ ചെലവാക്കി അത് വാങ്ങിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു കമ്മോഡിറ്റി വേണം. ആ കമ്മോഡിറ്റി നമ്മൾ പൈസ കൂടിയാലും പൈസ കുറഞ്ഞാലും നമ്മൾ ആ കമ്മോഡിറ്റി നമ്മൾ വാങ്ങിക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ഇസ് ദ ഡിസൈഡ് ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. നമ്മൾ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് പൈസ പേ ചെയ്യുന്നതിന് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. സോ പ്രൈസ് ഇസ് ദ വാല്യൂ ഓഫ് എ തിങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ, നമ്മൾ ആ ഒരു ഐറ്റത്തിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇൻ ടേംസ് ഓഫ് മണി, നമ്മൾ മണി കൊടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നത്. സോ അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൊടുക്കുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ മണിയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി. It refers to the quantity of a commodity demanded in the market in a given period of time at a given price. Demand of a commodity എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി, ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ മാസ്ക് എത്ര വില കൂടിയാലും വില കുറഞ്ഞാലും നമ്മൾ വാങ്ങിക്കുന്നുള്ള സിറ്റുവേഷനായി. കാരണം അത്രമാത്രം ഡിമാൻഡ് ആയി അതിനകത്ത് വരാനുള്ളത്. സോ നമ്മളുടെ ഒരു ഗിവൺ പീരീഡില് എത്രമാത്രം ക്വാണ്ടിറ്റി ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. When you visit a market to buy a commodity, you go to a seller that the commodity and ask it price first. അതായത് നമ്മളിപ്പോ നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ അതിന്റെ വില ചോദിക്കും, അല്ലേ? സോ ആ വിലയാണ് എന്ത് പറയുന്നത്? പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഇനി ഇഫ് യു തിങ്ക് ദാറ്റ് ദ പ്രൈസ് ഈസ് റീസണബിൾ, നമുക്ക് അറിയാതെ വലിയ വില കൂടുതലൊന്നും ഇല്ല, കറക്റ്റ് റീസണബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ റിക്വയർഡ് ക്വാണ്ടിറ്റി ബൈ ചെയ്യും. ഇനി ഓൺ ദ അതർ ഹാൻഡ്, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇഫ് ദ പ്രൈസ് ഈസ് ഹയർ ഇൻ യുവർ ഒപ്പീനിയൻ യു മേ നോട്ട് ബൈ ഓർ ബൈ ലെസ് ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് എന്താ പറയുക, പോമഗ്രാനൈറ്റ് വാങ്ങിക്കണം. പോമഗ്രാനൈറ്റ് 1 കിലോയ്ക്ക് വില 500 രൂപ. 500 രൂപയാണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങിക്കുമോ? ഇല്ല, കുറെ ആൾക്കാർ വാങ്ങിക്കാതെ പോകും. ചില വളരെ അത്യാവശ്യമുള്ളത്, വളരെ ഉപയോഗിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പോമഗ്രാനൈറ്റ് എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ
അപ്പോൾ 1 കിലോ വാങ്ങിക്കാൻ നാളെ 1/2 കിലോ വാങ്ങിക്കും അല്ലേ? എന്നിട്ട് പറയും അടുത്ത ആഴ്ച ഇനി വില കുറയോ നോക്കട്ടെ അന്നേരം വാങ്ങിക്കാന്ന് പറയും. അപ്പൊ നമ്മൾ ആ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സാധനത്തിന്റെ അളവിൽ കുറവ് വരുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാതെ ഇരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ജനറലി വി ആർ വില്ലിംഗ് ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് ഓർ ലെസ്, ആൻഡ് ഇഫ് ഹയർ പ്രൈസ് ഓൾ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ഡിമാൻഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ഒന്നെങ്കിൽ നമ്മൾ വിലക്കുറവാണെങ്കിൽ അതിന്റെ ഫുൾ കമ്മോഡിറ്റി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. ഇനി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പൊ ഇതൊക്കെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ആദ്യത്തെ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അതിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യും. രണ്ടാമത്തത് അതിന്റെ റിലേറ്റഡ് ഗുഡ്സിനെ എഫക്ട് ചെയ്യും. ദി ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതിനകത്ത് 2 റിലേറ്റഡ് ഗുഡ്സ് ആണ് പറഞ്ഞത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഒന്ന് കോംപ്ലിമെന്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്ററി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണത്തിന് പകരം മറ്റേത് ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കോക്ക്, പെപ്സി, ടീ, കോഫി അല്ലെ? കോഫിയുടെ വില കൂടുമ്പോൾ ടീ ആൾക്കാർ ഉപയോഗിക്കും, ടീയുടെ വില കൂടുമ്പോൾ കോഫി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കോക്കും പെപ്സിയും അതും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഇനി ഇഫ് ദ പ്രൈസ് ഓഫ് കോഫി ഫോൾസ് പീപ്പിൾ വിൽ ഡിമാൻഡ് മോർ ഓഫ് കോഫി ആൻഡ് ദസ് ഡിമാൻഡ് ഫോർ ടീ വിൽ ഫോൾ. അതായത് കോഫിയുടെ വില കുറയുവാണെങ്കിൽ ആൾക്കാർ കോഫി കുടിക്കും, ഇപ്പൊ ടീയുടെ ഇത് കുറയും. സോ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് വെച്ചിട്ട് ഒരു ഡിമാൻഡ് തീരുമാനിക്കാം. ഇപ്പൊ കോഫി മാത്രമേ ഉള്ളൂ, നമുക്ക് ആ ഒരു ടീ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, കോഫി മാത്രമേ ഉള്ളൂ, നമ്മൾ കോഫി കുടിക്കും. ഓക്കെ. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ടീയും കോഫിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടീയുടെ വിലയും കോഫിയുടെ വിലയും നോക്കും. ടീക്ക് വില കൂടുതലാണെങ്കിൽ കോഫി കുടിക്കും. അപ്പൊ ആ റിലേറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഇതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഡിമാൻഡ് അതനുസരിച്ച് വ്യത്യാസം വരും. ഇനി അടുത്തത് എ കോംപ്ലിമെന്ററി ഗുഡ്. ഇനി കോംപ്ലിമെന്ററി ഗുഡ് ആണ് ബി ഓപ്ഷനിൽ പറഞ്ഞിരുന്നത്. കോംപ്ലിമെന്ററി ഗുഡ് ഇസ് ഗുഡ് ദാറ്റ് ആഡ് വാല്യൂ ടു അനദർ ഗുഡ് വെൻ ദേ ആർ കൺസ്യൂംഡ് ടുഗദർ. രണ്ടും വാങ്ങിക്കപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ചായക്കകത്ത് മധുരം വേണം അല്ലെ? ഇപ്പൊ ഷുഗറിന്റെ ഇത് കൂടുന്നതനുസരിച്ച് ടീയുടെ പൈസയും കൂടി, അല്ലെങ്കിൽ മിൽക്കിന്റെ പൈസ കൂടുന്നതനുസരിച്ച് ടീയുടെ പൈസയും കൂടി. അപ്പൊ അതാണ് കോംപ്ലിമെന്ററി. ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടും അല്ലെ? അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പൊ അതനുസരിച്ചും നമ്മുടെ ഡിമാൻഡിന് വ്യത്യാസം. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആയിട്ട് പറഞ്ഞത്. ഇനി അടുത്ത മൂന്നാമത്തതാണ് ഇൻകം ഓഫ് ദ ബയർ. ഇൻകം ഓഫ് ദ ബയർ. ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ഇൻകം ഓഫ് ദ ബയർ. When your income increase, you are likely to spend more or purchase of goods such as fruits, full cream, milk, butter, etc. Such are goods are normal goods. അതായത് നമുക്ക് ഇൻകം കൂടി അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കും. നമ്മുടെ പർച്ചേസിങ് പവർ കൂടി അപ്പൊ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സും ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. ഇനി നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നതിനെയാണ് നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞത്. സോ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻകം അല്ലെ? ഇൻകം ഓഫ് ദ ബയർ. അതായത് വാങ്ങിക്കുന്ന ആൾക്ക് ഇൻകം നല്ല രീതിയിൽ, അതായത് നമ്മളിപ്പം നമുക്ക് പൈസയൊക്കെ നല്ല രീതിയിൽ ഹൈക്ക് ഉണ്ട്, ഇപ്പം എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ, ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ സാലറി കൊടുക്കുവാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ആ പൊതുവായിട്ടുള്ള ആ ഒരു സാലറി ഹൈക്ക് വന്നു. അപ്പൊ അത് അവർ മാർക്കറ്റിലേക്ക് ചെല്ലും, മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ വാങ്ങിക്കും, അപ്പൊ അവരുടെ കയ്യിലും ഇതുപോലെ പൈസ എത്തും. ഓക്കെ, ഇതൊരു സർക്കുലർ ഫ്ലോ ഡയഗ്രാം അല്ലേ ഈ മണി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ. ബട്ട് ദർ ആർ സം ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഡിക്രീസ് വെൻ ദ ഇൻകം ഓഫ് ദ ബയർ ഇൻക്രീസ് സച്ച് ആസ് ജോവർ, ബജ്ര, ടോണ്ട് മിൽക്ക്. അപ്പൊ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇൻകം കൂടിയാലും വാങ്ങിക്കാത്ത സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറെ നോർമൽ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുന്നു. ഇനി അടുത്തത് 4 ടേസ്റ്റ് പ്രിഫറൻസ് ആൻഡ് ഫാഷൻ. ഫാഷൻ. ഇനി ടേസ്റ്റ് പ്രിഫറൻസ് ആൻഡ് ഫാഷൻ ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഇപ്പൊ നമ്മളുടെ ടേസ്റ്റ്, ഫാഷൻ, അതായത് ഇപ്പൊ നമ്മളുടെ ഓരോ ട്രെൻഡിനനുസരിച്ചല്ലേ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയൊരു ട്രെൻഡ്, ഒരു ഡ്രസ്സ് വന്നു, ഒരു മോഡൽ ഡ്രസ്സ് വന്നു. ആ മോഡൽ ഡ്രസ്സ് വന്നപ്പോൾ എല്ലാവരും ആ ട്രെൻഡിന് പുറകെ പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ട്രെൻഡ് പോയി. കുറെ പുതിയൊരു ഫാഷൻ അല്ലെങ്കിൽ പുതിയൊരു മോഡൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോയി. അപ്പൊ അതനുസരിച്ച് ടേസ്റ്റ്, പ്രിഫറൻസ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് മോനിക പ്രിഫേഴ്സ് ജീൻസ് ആൻഡ് ടോപ്പ് ഇൻ കമ്പാരിസൺ ടു സൽവാർ. അപ്പൊ ചില ആൾക്കാർ ചില ടൈപ്പ് ഓഫ് ഡ്രസ്സ് മാത്രമേ ഇടുകയുള്ളൂ. അപ്പൊ അത് ഓരോരുത്തരുടെ ടേസ്റ്റ്, പ്രിഫറൻസ് അതനുസരിച്ച് ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എറണാകുളം പോലുള്ള സിറ്റീസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ജീൻസും ടോപ്പും ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇടുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. വളരെയധികം ലോക്കൽ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്, ഒട്ടും അധികം ഇതില്ലാത്തവരാണെങ്കിൽ അവിടെ സാധാരണയായിട്ട് ചുരിദാർ, സാരി ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഡിമാൻഡ് അതിനായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ
അതർ ഫാക്ടേഴ്സ്, പിന്നെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ? ഗവൺമെന്റ് പോളിസി, ടെക്നോളജി, കൺസ്യൂമർ എക്സ്പെക്ടേഷൻ എക്സെട്ര. ഗവൺമെന്റ് എന്തെങ്കിലും പോളിസീസ് വരുന്നു, അവരെന്തെങ്കിലും സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കുറവ്, അങ്ങനെ പിന്നെ പുതിയ എന്തെങ്കിലും ടെക്നോളജി, കൺസ്യൂമർ, ഇതെല്ലാം നമ്മളുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, സൈസ് ഓഫ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ടാക്സ് പോളിസി ഓഫ് ഗവൺമെന്റ്. ഇപ്പൊ ചില കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ടാക്സ് ഈടാക്കുവാണ്. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഗവൺമെന്റ് അത്രയും ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ ആൾക്കാർ അതനുസരിച്ച് വാങ്ങിക്കണമെന്നില്ല. ഇതെല്ലാം ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്താണ് ഇന്റേണലും എക്സ്റ്റേണലും എക്കോണമീസ് ഓഫ് സ്കെയിൽ തമ്മിൽ ഡിഫറൻസ്? So internal economies of scale and external economies of scale are two concepts in economics that describe the cost advantage a firm can achieve as it expands its operation production capability in the long run. However, they differ in their source and implication. അതായത് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്, ഇപ്പൊ ഒരു ബിരിയാണി ഒരു 10 ബിരിയാണി വെച്ച് ഒരാൾ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, 10 ബിരിയാണിയെ സെല് ചെയ്യുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് അതിനകത്ത് വലിയ ലാഭമൊന്നും കിട്ടാനില്ല. അപ്പൊ ഓരോ ബിരിയാണിക്കും ചിലവ് 150 രൂപ അല്ലെങ്കിൽ 160 രൂപ വെച്ച് ഇട്ടാലാണ് ഈ ചെലവാക്കിയ പൈസ കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഒരു വലിയൊരു കാറ്ററിംഗ് സർവീസ് ആണ്, അവിടെ ഒരു 1000 ബിരിയാണിയൊക്കെയാണ് സെയിലായി പോകുന്നത്, 1000 ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അത് സെയിലായി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബിരിയാണിക്ക് വേണമെങ്കിൽ അവർക്ക് 120-നോ 130-നോ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ആ ഒരു വലിയ ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഓരോ യൂണിറ്റ് പ്രൈസ്, ഓരോ ബിരിയാണിക്കും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് സാധനങ്ങൾക്കും നമുക്ക് വില കുറയ്ക്കാൻ പറ്റും. അതിനെയാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വലിയ ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഓരോ യൂണിറ്റ് പ്രൈസിനും വില കുറയും. ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ആ കറക്റ്റ് യൂണിറ്റ് പ്രൈസ് ഇട്ടാലാണ് അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിലും ഇന്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിലും രണ്ട് രീതിയിലാണുള്ളത്. ഇനി ഇന്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ റെഫർ ടു ദ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഫേം ക്യാൻ അച്ചീവ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ഓൺ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ആ കമ്പനിയുടെ തന്നെ ഗ്രോത്തും എക്സ്പാൻഷനും വെച്ച് എത്രമാത്രം അതിനൊരു കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നു, അതിനെയാണ് ഇന്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദീസ് കോസ്റ്റ് റിഡക്ഷൻ ആർ ജനറേറ്റഡ് ഫ്രം വിത്തിൻ ദ ഫേം ഇറ്റ്സെൽഫ്. അതിനകത്ത് തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സും അത് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും അത് ആ കമ്പനിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ആ കമ്പനി നല്ലപോലെ ആണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാം. ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ കുറവാണ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പൊ ആ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് ഇന്റേണൽ. ഇനി എക്സാമ്പിൾസ് നോക്കിക്കേ. ടെക്നിക്കൽ എക്കോണമീസ്. As a firm grows, it may invest in better machinery and technology leading to increased efficiency. അതായത് ഫേം വളരുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജി വന്നു, പുതിയ മെഷീനറി വന്നു, അപ്പൊ അതനുസരിച്ച് ഡെവലപ്മെന്റ് ഉണ്ടായി. ഇനി മാനേജീരിയൽ എക്കണോമിക്സ്. ലാർജ് ഫേം ആകുമ്പോഴത്തേക്കും അതനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരും, മാനേജ്മെന്റ് കോസ്റ്റ് വരും. പക്ഷെ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് പറയും. ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേം വളരുന്നതിനനുസരിച്ച് നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും അതിനകത്ത് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അടുത്തത് മാർക്കറ്റിംഗ് എക്കണോമിക്സ്. എന്താ? ലാർജർ ഫേംസ്, അതായത് സപ്ലയേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാം എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് വലിയൊരു ഹോൾസെയിൽ ഡീലേഴ്സ് ഒക്കെ ആയിട്ട് മാറിയാൽ കുറച്ചുകൂടെ ലാഭം കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മളുടെ ഇന്റേണൽ എക്കണോമിക്സിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. എക്സ്റ്റേണലിനകത്ത് എന്താ പറയുന്നത്? നമ്മളുടെ ആ ഒരു ഫേമിൽ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ എക്സ്പാൻഡ് ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ അവിടെ? അതിനാണ് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു സാധാ കോളേജ് വന്നു. അപ്പൊ നമുക്ക് അവിടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു, റോഡ് വന്നു. പിന്നെ അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള വീടുകളിലൊക്കെ ഹോസ്റ്റൽ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്കൊരു വരുമാന മാർഗമായി. അപ്പൊ അവര് കുറച്ചുകൂടെ ഗ്രോ ചെയ്തു. പിന്നെ അവിടെ പുതിയ കടകൾ വന്നു. അപ്പൊ അവിടെ വന്ന് ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെയുള്ള സാധാരണ സ്റ്റേഷനറി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെയുള്ള ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ തന്നെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആ ഒരു കോളേജ് മൂലം ആ ഒരു ഏരിയ ഡെവലപ്പായി. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സ്കിൽഡ് ലേബർ പൂൾ, അല്ലെ? നമ്മൾ നല്ല ഒരു ലേബർ ഉണ്ട്, അല്ലെങ്കിൽ നല്ല എല്ലാം ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ ഫേം തന്നെ അവിടെയുള്ള എല്ലാവരും നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നല്ലൊരു ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ തന്നെ എക്സ്പാൻഡ് ആവും. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് സപ്ലയേഴ്സ്.
When several firm in an industry are located close to each other, specialized supplier may emerge to serve. അതായത് ഇപ്പം ദൂരെയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇൻഡസ്ട്രി വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഐറ്റംസ് സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻഡസ്ട്രി വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ കണക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ റിമോട്ട് ഏരിയ ആയിട്ട് കിടക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ആവാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പൊ എന്താണ് നമ്മളുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി? എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി? എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി ഒരു ചായ കുടിക്കുന്നു. അപ്പൊ ചായ കുടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ക്ഷീണിച്ച് വന്നതാണ്, നമ്മളൊരു ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുമ്പോൾ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ? അപ്പൊ നമ്മൾ 10 രൂപയുടെ ഒരു ചായ കുടിച്ചാൽ ആ 10 രൂപയ്ക്കും വേർത്ത് ആയിട്ട് നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നു. നമ്മൾ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ആ ചായ കുടിച്ച് തീർന്നപ്പോൾ തന്നെ നമ്മൾ ഒരു ചായയും കൂടെ കുടിക്കുന്നു. ഒരു ചായയും കൂടെ കുടിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. വീണ്ടും മൂന്നാമത്തെ ചായ കുടിക്കുന്നു. മൂന്നാമത്തെ ചായ കുടിക്കുമ്പോൾ ആദ്യം കുടിച്ചത്രേ അല്ലെങ്കിൽ രണ്ടാമത് കുടിച്ചത്രേ അത്രേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ ഗ്രാഫ് എങ്ങനെ വരും? ആദ്യം നമുക്ക് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കുടിച്ച ആ ഒരു ചായയുടെ ആ ഒരു വേർത്ത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പിന്നെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ ആ ഒരു ചായ കുടിക്കണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതിന്റെ ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഏറ്റവും അങ്ങ് ഡിക്ലൈൻ ആയിപ്പോയി. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എത്രമാത്രം ബെനിഫിറ്റ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ദ തിയറി ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ ആണ് യൂട്ടിലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തത്. The consumer will maximize total utility when he allocates his income among various commodities in such a way that the marginal utility of the last rupee spent on each commodity are equal. അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ആദ്യം നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടി, പിന്നെ അത് ഡിമിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി അസംഷൻസ് ഓഫ് ദ തിയറി. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? കമ്മോഡിറ്റി ഷുഡ് ബി ഹോമോജീനിയസ് ആൻഡ് നോർമൽ. എല്ലാം ഒരേ കമ്മോഡിറ്റി ആയിരിക്കണം, നോർമൽ ആയിരിക്കണം അല്ലെ? ഞാനിപ്പോ ചായ കുടിച്ചു, ആദ്യം ചായ കുടിച്ചു പിന്നെ കാപ്പി കുടിച്ച കാര്യമുണ്ടോ? ഇല്ല. ഒരേ സംഭവം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കുടിക്കുമ്പോഴാണ് ഈ ഒരു തിയറി വർക്ക് ആവുള്ളൂ. ഇനി നോ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഇപ്പൊ ഞാനൊരു ചായ കുടിച്ചു, പിന്നെ ഞാൻ രാത്രിയിലാണ് അടുത്ത ചായ കുടിക്കുന്നതെങ്കിൽ എനിക്ക് വീണ്ടും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് 1 by 1 ആയിട്ട് അത് കുടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ആ യൂട്ടിലിറ്റി കുറയുന്നത്. അപ്പൊ നമ്മൾ ടൈം ഗ്യാപ്പ് പാടില്ല. ടേസ്റ്റോ പ്രിഫറൻസോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആ ചായ അതേപോലെ തന്നെയായിരിക്കണം വീണ്ടും കുടിക്കേണ്ടത്. നോ ചേഞ്ച് ഇൻ പ്രൈസ്. ആദ്യം 10 രൂപയ്ക്ക് ഒരു ചായ വാങ്ങിച്ചാൽ വീണ്ടും വീണ്ടും ആ 10 രൂപയുടെ തന്നെ ചായ ആയിരിക്കണം വീണ്ടും വാങ്ങിക്കണം. അപ്പൊ പ്രൈസിലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി നോക്കി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആസ് ദ കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് സെയിം ഗുഡ്. അതായത് ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും ആ കൺസ്യൂമർ കൺസ്യൂം ചെയ്താലും ദ അഡീഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് അതിന്റെ ടോട്ടൽ യൂണിറ്റിറ്റി കൂടുകയും മാർജിനൽ യൂണിറ്റിറ്റി കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് കണ്ടോ, ഇതിനകത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ TU, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ കുടിക്കുമ്പോൾ എത്ര അഡീഷണൽ യൂട്ടിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെഷൻ എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ യൂണിറ്റ്സ് കൺസ്യൂംഡ്, ആദ്യം ഒന്നും കൺസ്യൂം ചെയ്തില്ല, 0 യൂണിറ്റ്സ് ആയിരുന്നു. സോ ടോട്ടൽ യൂണിറ്റിന്റെയും മാർജിനൽ യൂട്ടിലിറ്റി ഇല്ല. ഇനി അടുത്തത് ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തു, ഒരു യൂണിറ്റ്. ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് 10 കിട്ടി. നമുക്ക് അത്രയും തന്നെ നമുക്ക് ആ മാർജിനൽ യൂട്ടിലിറ്റിയും നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി രണ്ടാമത് കുടിച്ചപ്പം നമുക്ക് ആദ്യം 10 യൂണിറ്റ് കിട്ടിയെങ്കിൽ രണ്ടാമത് കുടിച്ചപ്പോൾ നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ? നമുക്ക് 18, അതായത് 8 യൂട്ടിലിറ്റിയെ കിട്ടിയുള്ളൂ. അതായത് ആദ്യം നമ്മൾ വളരെ ഇതായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കുടിച്ചു, രണ്ടാമത് കുടിക്കുമ്പോൾ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം 10 യൂട്ടിലിറ്റി കിട്ടി അല്ലെങ്കിൽ യൂണിറ്റ്സ് കിട്ടിയെങ്കിൽ രണ്ടാമത് കുടിക്കുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സേ കിട്ടിയുള്ളൂ? 8 യൂണിറ്റ്സ്, 8 അഡീഷണൽ യൂണിറ്റേ കിട്ടിയുള്ളൂ. ഇനി മൂന്നാമത് ഞാൻ ആ ചായ വീണ്ടും കുടിക്കുമ്പോൾ എനിക്ക് 24 യൂണിറ്റേ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അത് കുടിച്ചപ്പോൾ എനിക്ക് 6 യൂണിറ്റേ കിട്ടിയുള്ളൂ. 6 മാർജിനൽ യൂട്ടിലിറ്റിയെ കിട്ടിയുള്ളൂ, 6 യൂണിറ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റിയെ കിട്ടിയുള്ളൂ. വീണ്ടും കുടിക്കുമ്പോൾ എനിക്ക് 3 കിട്ടിയുള്ളൂ,
പിന്നെ 2 കിട്ടിയുള്ളൂ. പിന്നെ അത് എനിക്ക് ഒട്ടും യൂട്ടിലിറ്റി കിട്ടുന്നില്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് യൂട്ടിലിറ്റി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഓരോ പ്രാവശ്യവും സെയിം ഗുഡ്സ് തന്നെ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പം അതിന്റെ ഓരോ പ്രാവശ്യവും നമ്മൾ കുടിക്കുമ്പോഴും ഓരോ അഡീഷണൽ യൂട്ടിലിറ്റി നമ്മൾക്ക് കിട്ടുന്നത് ആദ്യം കൂടി വരും, ഒരു പർട്ടിക്കുലർ പോയിന്റ് 0 ആവും, പിന്നെ അത് ഡിമിനിഷ് ചെയ്യും. ക്ലിയർ? അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി വന്നു. പിന്നെ എന്ത് പറ്റി? അത് നമ്മൾ 0-ൽ നിന്ന് 10 ആയി, 8 ആയി, 6 ആയി, അതായത് കുറഞ്ഞു 0-ലെത്തി, പിന്നെ നെഗറ്റീവ് വാല്യൂയിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഈ കാണിച്ചേക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഓരോ പ്രാവശ്യം കുടിക്കുന്തോറും കൂടി ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഡിമിനിഷ് ചെയ്യും. ഓക്കെ, ഓരോ പ്രാവശ്യം കൂടി അത് നമ്മൾ പിന്നെയും കുടിക്കുമ്പം അതിന്റെ എന്ത് ചെയ്യും? ടോട്ടൽ യൂട്ടിലിറ്റി കുറയും. മാർജിനൽ യൂട്ടിലിറ്റിയോ ഓരോ പ്രാവശ്യം കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് 0-ൽ എത്തി, പിന്നെ അത് നെഗറ്റീവ് കർവിലേക്ക് മാറും. ക്ലിയർ? ഇനി നമുക്ക് അതിന്റെ ഒരു ഇത് നോക്കാം. ഫേസ് 1-ല് ഇൻക്രീസിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ, TP ഇൻക്രീസ് ആയിട്ട് ഇൻക്രീസിംഗ് റേറ്റ്. അപ്പൊ ഫേസ് 1-ൽ TP ഇൻക്രീസ് ചെയ്യുക, കണ്ടോ? ഇൻക്രീസിംഗ് റേറ്റില് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. So in the initial stage, each additional variable component raises the total production by increasing the amount. അപ്പോൾ ഇത് നമുക്ക് ഞാൻ 2 കമ്പാരിസൺ ആയിട്ടുള്ള പ്രൊഡക്ഷനകത്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനകത്ത് ഈ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഈ യൂട്ടിലിറ്റിയിലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യം എന്ത് ചെയ്തു? റൈസ് ചെയ്തു ഒരു ഇൻക്രീസിംഗ് റേറ്റ് എത്തി. പിന്നെ അത് കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്കത് ലോ ആവും. അപ്പൊ അതാണ് യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റില്. പ്രൊഡക്ഷന്റെ കോൺസെപ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്? ഇനിഷ്യൽ സ്റ്റേജിൽ ഓരോ വേരിയബിൾ എന്ത് ചെയ്തു? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസിങ് എമൗണ്ട്, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് ദിസ് ഇൻഡിക്കേറ്റ് ഈച്ച് വേരിയബിൾ MP റൈസസ് ദാറ്റ് TP റൈസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും. Total product, it occurs as the initial variable input quantity being too small in comparison to fixed input due to division of labor, efficient use of the fixed input during manufacturing increase the productivity of the variable input. അതായത് പ്രൊഡക്ഷന്റെ കേസിൽ എങ്ങനെ വരും? നമ്മൾ ആദ്യത്തെ കേസിൽ പ്രൊഡക്ഷൻ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷനും കൂടി വരും. ഓക്കെ, അതായത് നമ്മൾ പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തി. പിന്നെ താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൾക്കാരെല്ലാം പണിയെടുത്തു, നമുക്ക് ഭയങ്കര മാക്സിമം ലെവൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിന്റെ ആ ഒരു കാലിബർ ഒക്കെ കുറഞ്ഞു, പിന്നെ അത് കുറഞ്ഞല്ലേ വരുന്നത്? കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് ഫേസ് വരുമ്പോഴത്തേക്കും TP കൂടുന്നതിനനുസരിച്ച് MB ഡിക്രീസ് ചെയ്യും. ഇത് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നു, കമ്പയർ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി കമ്പയർ ചെയ്യാൻ ലോ ഓഫ് വേരിയബിൾ, അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു യൂട്ടിലിറ്റിയെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാക്ടേഴ്സ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി മാത്രം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക, ഈ 2 ഫിഗർ വരയ്ക്കുക. പിന്നെ ലോ ഓഫ് യൂട്ടിലിറ്റി എന്താണ്, അതിന്റെ അസംഷൻ എഴുതുക, സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ഈ ഒരു ഇതും കൂടെ കമ്പാരിസൺ കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി പ്രൊഡക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ ആദ്യം നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അവരുടെ എഫിഷ്യൻസി കുറയുന്നു. അതാണ് വീണ്ടും എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി, അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ആ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എത്തുമ്പോഴത്തേക്കും പിന്നെ അത് എന്ത് ചെയ്യും? ഡിമിനിഷിംഗ് റേറ്റിലേക്കാണ് പോകുന്നത്. കണ്ടോ? അപ്പൊ ഇത് രണ്ടും ഏകദേശം റിലേറ്റഡ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തതെന്ന് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി ഫോർ എവറി വേരിയബിൾ ഇൻ ദ സെക്കൻഡ് ഫേസ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് ബൈ ലെസ് ആൻഡ് സ്മോളർ എമൗണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ എത്ര ലേബർ കൂട്ടിയാലും അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്. അത് കൂടുതൽ പിന്നെ ചെയ്യുമ്പോഴത്തേക്കും അവർ ക്ഷീണിച്ച് അവർക്ക് ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. സോ ദിസ് occurs as a result of pressure of fixed input that result in decline in the variable input productivity after a certain level of output. അതായത് ഔട്ട്പുട്ട് പിന്നെ അത് കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇനി നെഗറ്റീവ് റിട്ടേൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? പിന്നെ അതൊരു നെഗറ്റീവ് റിട്ടേണിലേക്ക്, അതായത് മാക്സിമം അവർ ചെയ്തു കഴിഞ്ഞു, പിന്നെ കുറഞ്ഞു പിന്നെ വേണമെങ്കിൽ നെഗറ്റീവ് റിസൾട്ടിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി സ്റ്റേജ് 1 ഇൻക്രീസിംഗ് റിട്ടേൺ. ഇനി ഇതിനകത്ത് സ്റ്റേജ് 1-ൽ എങ്ങനെയാണ്? ഇപ്പൊ യൂട്ടിലിറ്റിയുടെ ടേംസിൽ പറയുവാണെങ്കിൽ സ്റ്റേജ് 1-ൽ TU MU ഇൻക്രീസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. ആദ്യം TU MU കൂടുമായിരുന്നു. സ്റ്റേജ് 2-ൽ ഡിമിനിഷിംഗ്, MU സ്റ്റാർട്ട് ഫോളിംഗ്, അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങി. TU increases at a diminishing rate. At the end of the second stage, MU reaches 0 and TU reaches its maximum point. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ കണ്ടോ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയി. അപ്പൊ അതിന്റെ മാർജിനൽ അഡീഷണൽ നമുക്ക് ഒന്നും കിട്ടാനില്ല, അത് 0 പോയിന്റിലെത്തി.
അപ്പൊ കണ്ടോ ആ ഒരു കർവ് വരച്ചേക്കുന്നത് ഇവിടെ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി, ഇവിടെ 0 മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് വാല്യൂയിലേക്കാണത് പോകുന്നത്. ക്ലിയർ? അപ്പൊ ഫേസ് 3 അങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, TU ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്. ഇനി അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് MU റീച്ചസ് 0 ആൻഡ് TU റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഓരോ സ്റ്റേജ് ആയിട്ട് വരുന്നതാണ്. ഇനി അറ്റ് സ്റ്റേജ് 3 നെഗറ്റീവ് റിട്ടേൺ, അതായത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ TU കുറയാൻ തുടങ്ങും, മാർജിനൽ യൂട്ടിലിറ്റിയും കുറയാൻ തുടങ്ങും. ക്ലിയർ? മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലോട്ട് പോവും. TU എന്ത് പറ്റും? TU എന്താ പറ്റുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകും. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണ്? എക്കോണമീസ് ഓഫ് സ്കെയിൽ ആർ കോസ്റ്റ് സേവിംഗ് ദാറ്റ് അറൈസ് ബിസിനസ് ഗ്രോസ് ഇൻ പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ ആസ് ദ ഔട്ട്പുട്ട് ഓർ ആക്ടിവിറ്റി ഇൻക്രീസ് ദ ആവറേജ് പ്രൈസ് പെർ യൂണിറ്റ് ഫോൾസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റേണലും എക്സ്റ്റേണലും പറഞ്ഞായിരുന്നു, നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആ യൂണിറ്റ് പ്രൈസ് കുറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ യൂണിറ്റ് പ്രൈസിൽ നമുക്ക് കമ്മോഡിറ്റീസ് വിൽക്കാൻ പറ്റും. Clear? This phenomenon is attributable to a number of factors that increase efficiency, offset fixed cost, contribute towards total cost saving. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ എഫിഷ്യൻസി, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ സേവിങ്സിനെ എല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ ഇസ് ആൻ അണ്ടർലൈങ് കോൺസെപ്റ്റ് ഹൗ എ ഫേം ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസിംഗ് ഇറ്റ്സ് ലെവൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണത് നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. The cost reduction is so because several reasons that increase efficiency, better resource utilization. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യങ്ങൾ, എഫിഷ്യൻസി, ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ആ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ അതെല്ലാം എന്താണ്? ഈ നമ്മളുടെ കോസ്റ്റ്, പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാനുള്ള കാരണങ്ങളാണ്. അപ്പൊ ബിസിനസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും? അതനുസരിച്ച് നമുക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ടെക്നോളജി അഡ്വാൻസ്മെന്റ്, അതായത് നമ്മൾ പഴയ ടെക്നോളജി ആയിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയ ഹൈടെക് ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഡെവലപ്മെന്റ് വരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതനുസരിച്ച് ലാഭം ഉണ്ടാവും. പിന്നെ ബൾക്ക് പർച്ചേസിങ്, ഇപ്പൊ നമ്മള് ഒരു ഇൻപുട്ട്, ഒരു ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അവർ കുറച്ച് പൈസ തരും. പക്ഷെ നമ്മളൊരു ചെറിയൊരു കടയിൽ പോയിട്ട് 1-2 ഐറ്റം എടുക്കുമ്പോൾ നമുക്ക് വളരെ കൂടുതൽ പൈസ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഒരു കാറ്ററിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ റോ മെറ്റീരിയൽസിന് തന്നെ നല്ലൊരു പൈസയാവും. അവര് വളരെ പൈസയൊന്നും കുറയ്ക്കൊന്നുമില്ല. പക്ഷെ നമ്മളൊരു 100 കിലോ 200 കിലോ ചിക്കനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് പൈസ കുറച്ച് തരും. അപ്പൊ അതെല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് ഓഫ് യൂണിറ്റ്, അതായത് ഓരോ യൂണിറ്റ് പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബൾക്ക് പർച്ചേസിങ് എടുക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തതാണ് ലേണിംഗ് കർവ്. With repetitive production process, employees become more competent and efficient, improve along with reducing the cost. The learning curve effect in such a context lead to better performance, fewer error rate and lower cost and hence economies of scale over time. അതായത് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറെ നാളിങ്ങനെ അതായത് എംപ്ലോയീസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ എംപ്ലോയീസ് ഒക്കെ അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല, അവർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ചാൾ നമ്മളിങ്ങനെ ബിസിനസ് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലാഭം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പൊ അതുവഴി നമുക്ക് ലാഭം ഉണ്ടാവും. ഇനി എക്കണോമിക്സ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വലിയ വലിയ ലാർജ് ഇൻഡസ്ട്രി ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രാൻഡ് വാല്യൂ കിട്ടും. അപ്പൊ അതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഇമ്പോർട്ടന്റ് ആയത്? കോസ്റ്റ് എഫിഷ്യൻസി. നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇതുമൂലം സാധിക്കും. ഇനി അടുത്തത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് നമ്മളൊരു ബ്രാൻഡ് ആയിട്ട് നമ്മൾ നിൽക്കുവാണ്. അപ്പൊ അത് നമുക്ക് അധികം കോമ്പറ്റീഷൻസ് അഫക്ട് ചെയ്യില്ല. ഇപ്പൊ ഒരു ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ കോൾഗേറ്റ്, അതൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻസ് അധികം അതിനെ അഫക്ട് ചെയ്യില്ല. അപ്പൊ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മാർക്കറ്റ് എക്സ്പാൻഷൻ. ഓരോ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോ ഇൻകം ഉള്ള ആൾക്കാർക്കും ഹൈ ഇൻകം ഉള്ള ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ കൊടുത്താൽ നമുക്ക് അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും. ഇനി ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. അതായത് ഒരുപാട് സെയിൽ നടക്കുമ്പോൾ, ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നു, അപ്പോൾ ഒരുപാട് സെയിൽ നടക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ലാഭം കിട്ടുന്നു. ഇനി ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ കിട്ടി, നല്ല കോസ്റ്റ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോസ്റ്റ് എഫിഷ്യൻസി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, മാർക്കറ്റ് എക്സ്പാൻഷൻ, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, ഇൻവെസ്റ്റർ
കോൺഫിഡൻസ്. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കിക്കേ. ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്. Since the manufacture of automobile on large scale provide manufacture with reduced cost related to raw material, assembly process and technology. അപ്പോൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ഒക്കെ ആണെങ്കിൽ ലാർജ് സ്കെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ് കുറച്ച് അതിന്റെ റോ മെറ്റീരിയൽസും അസംബ്ലി പ്രോസസും ടെക്നോളജി ഒക്കെ കിട്ടും. ടെക്നോളജി കമ്പനീസ് സച്ച് ആസ് ആപ്പിൾ, സാംസങ് ഒക്കെ എന്താണ്, അവരൊക്കെ ഹൈ ലെവൽ കമ്പനികൾ. അവളെ വളരെ കോസ്റ്റ് വളരെ മിനിമം ഇട്ടാണ് അവർ ഓരോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നത്. റീറ്റെയിൽ ചെയിൻസ് കമ്പനീസ് സച്ച് ആസ് വാൾമാർട്ട്, ആമസോൺ അറ്റൈൻ എക്കണോമിക് സെയിൽ ഫ്രം ബൾക്ക് ബൈങ്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ അവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് വിലക്കുറവ് കിട്ടും. അപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ വിലക്കുറവായതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ മാർക്കറ്റുകളിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അതനുസരിച്ച് അവർക്ക് കച്ചവടം കൂടുന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അല്ലെ, ഫാർമേഴ്സ്, ലാർജ് സ്കെയിൽ ഫാർമേഴ്സ്, അതുപോലെ തന്നെ ഹാർവസ്റ്റിംഗ് മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ലാർജ് സ്കെയിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടുന്നു. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് അല്ലാതെ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. മെൻഷൻ എനി ഫോർ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡിഫൈൻ ദ ടേം യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? ഡിഫറൻഷിയേറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതിനെയാണ് ടോട്ടൽ യൂണിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ എത്ര മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് സപ്ലൈ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു. ഇത് രണ്ടിനും ഏത് ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? പ്രൈസ് എന്നുള്ള ഫാക്ടറാണ് ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 ഉറപ്പായിട്ടും ഷുവർ ആയിട്ട് വരാനുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. വിത്ത് ദിസ് ഐ ആം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.